أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وواعدنا موسى 30 ليلة وأتممناها ب10 فتم ميقات ربه 40 ليلة. وقال موسى لأخيه هارون اخلفني في قومي وأصلح ولا تتبع سبيل المفسدين. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ലോകരക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും അവൻ്റെ വിധികളും വിലക്കുകളുമെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും വളരെ കൃത്യമായി പാലിച്ചുകൊണ്ട് മുത്തഖികളായി മുഅ്മിനുകളായി ജീവിക്കണേ എന്ന് എന്നോടും എല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്. ഏത് സന്ദർഭത്തിലും റബ്ബിൻ്റെ വിളിക്ക് ഉത്തരമേകി അവൻ്റെ സന്നിധിയിലേക്ക് പോകേണ്ടവരാണ് എന്ന കൃത്യമായ ബോധം ഏത് സമയത്തും നമ്മൾക്കുണ്ടാകണം. അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകളായി ജീവിക്കുന്ന മുഅ്മിനുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്ത് വന്നിട്ടുള്ള പ്രവാചകന്മാർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ ഈ ലോകത്ത് വന്നിട്ടുണ്ട് എന്നത് ചരിത്ര സത്യം. പ്രഗത്ഭരായ ഒരുപാട് പ്രവാചകന്മാരുണ്ട്. വേദം നൽകപ്പെട്ടിട്ടുള്ള പ്രവാചകന്മാർ. അതിൽപ്പെട്ട ഒരു പ്രവാചകനാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. മൂസാ നബിയുടെ ചരിത്രം നമുക്കറിയാവുന്നതാണ്. പരിശുദ്ധ ഖുർആനിലുടനീളം പല സ്ഥലങ്ങളിലായി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. ഇസ്രായേല്യരിലേക്ക് നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകനാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ ജീവിതത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ പ്രബോധന മണ്ഡലം എന്ന് പറയുന്ന ഈജിപ്റ്റ് അഥവാ മിസ്ർ, ആ ഈജിപ്തിൽ നിന്ന് തൻ്റെ അനുയായികളെയും കൂട്ടി അദ്ദേഹം യാത്ര തിരിച്ച് ചെങ്കടൽ കടന്ന് അദ്ദേഹം സീനാ മരുഭൂമിയിലെത്തുന്നുണ്ട്. ഞാൻ ഈ മൂസാ നബിയുടെ ഒരു ചരിത്രം പഠിപ്പിക്കലല്ല ലക്ഷ്യം. അതുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയും തൻ്റെ അനുയായികളും ഈജിപ്തിൽ നിന്ന് സീനാ മരുഭൂമിയിൽ എത്തിച്ചേരുകയാണ്. അവിടെ വെച്ച് അള്ളാഹുവിൻ്റെ ഒരു വിളിയാളമുണ്ടാകുന്നു. പരിശുദ്ധ ഖുർആൻ സൂറത്ത് നാസിയാത്തിലൊക്കെ ആ കാര്യം എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. ഇത് നാദാ റബ്ബഹു ബിൽ വാദിൽ മുഖദ്ദസി തുവ, പരിശുദ്ധമാക്കപ്പെട്ട തുവ, സീനാ പർവ്വതത്തിൻ്റെ തുവാ താഴ്വരയിൽ തൻ്റെ നാഥൻ്റെ വിളിയുണ്ടായ സന്ദർഭം എന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ അള്ളാഹുവിൻ്റെ ഒരു വിളി ഉണ്ടാവുകയാണ്. ആ വിളിയുടെ ഉദ്ദേശം തൗറാത്ത് നൽകുന്നതിന് വേണ്ടി, വേദഗ്രന്ഥം നൽകുന്നതിന് വേണ്ടി, അത് സ്വായത്തമാക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ കൽപ്പന കിട്ടുക. ആ കൽപ്പന പ്രകാരമാണ് സീനാ താഴ്വരയിലേക്ക് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പോകുന്നത്. ഏകദേശം ആ ഒരു കാലയളവിൽ
തൻ്റെ അനുയായികളുടെ ഈ പ്രബോധിത വർഗത്തിൻ്റെ ഈ അനുയായി വൃന്ദം എന്ന് പറയുന്ന ഇസ്രായേലിയൻ, അവരുടെ സ്വഭാവം ഏറെക്കുറെ മൂസാ നബി ശരിക്കും പഠിച്ചിട്ടുണ്ട്. അവരുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഇപ്പൊ കണ്ടതേ ഉള്ളൂ, കുറച്ച് കഴിയുമ്പോഴേക്കും അവരുടെ ചിത്രമാകെ മാറും. അവരിപ്പൊ കാണുന്ന ഒരു കാഴ്ചയല്ല കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുക. അവരുടെ ചിന്ത എവിടേക്കും പോകും, ആരുടെ കൂടെയും പോകും. ഏതൊരാൾ ദൈവമാണെന്ന് പറഞ്ഞാൽ പോലും അത് അംഗീകരിക്കാൻ മാത്രം ഒരു മടിയും കാണിക്കാത്ത ഒരു വർഗമായിരുന്നു ഇസ്രായേലിയൻ. ഇവിടെ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്, ലോകത്ത് ഏറ്റവും കൂടുതൽ അല്ലാഹു തആല നിഅമത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ ഈ വർഗത്തിന് മാത്രമേ നൽകിയിട്ടുള്ളൂ. ഖുർആൻ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അതിങ്ങനെ ആവർത്തിച്ച് യാ ബനി ഇസ്രായേൽ ഉദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും എന്നിങ്ങനെ ആവർത്തിച്ച് കാണാം എത്ര നിഅമത്തുകൾ അല്ലാഹു കൊടുത്തിട്ടുള്ളത്. അപ്പോ ഈ അനുയായി വൃന്ദത്തിന്റെ അല്ലെങ്കിൽ ഈ പ്രബോധിത വർഗത്തിന്റെ സ്വഭാവങ്ങൾ ശരിക്കും നന്നായിട്ട് ആർക്കറിയാം? മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് അറിയാം. കണ്ണു തെറ്റിയാൽ അവരെന്ത് ചെയ്യുമെന്നും അറിയാം. ഏതായിരുന്നാലും അള്ളാന്റെ ഒരു കൽപ്പന വരുന്ന ആ ഭാഗമാണ് സൂറത്ത് അഅറാഫിലെ 142-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അത് ആയത്ത് നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. വവാഅദ്നാ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും നമ്മളും തമ്മിൽ എടുത്ത ഒരു കരാറ്, അള്ളാഹ് എടുത്ത ഒരു ഉടമ്പടി. 30 ലൈലത്തൻ, അവിടെ 30 ദിവസമാണ് അവിടെ പറഞ്ഞത് ആദ്യം. പക്ഷെ പിന്നീട് അതുകൊണ്ട് അള്ളാന്റെ കാര്യം പൂർത്തിയായില്ല. അങ്ങനെ അത്മംനാ ബി അശരിൻ, പിന്നെ 10 കൂടി കൂട്ടി 40 ദിവസം അത് പൂർത്തിയാക്കി. ഫതമ്മ മീഖാത്തു റബ്ബി, റബ്ബുമായിട്ടുള്ള ആ കാലയളവ് കൃത്യമായി. ഇപ്പോൾ വേദഗ്രന്ഥം സ്വീകരിക്കാൻ വേണ്ടി സീനാ താഴ്വരയിൽ വരണം എന്നത് 40 ദിവസത്തെ ഒരു കരാറാണ്. ആ 40 ദിവസത്തെ കരാറ് അല്ലാഹു തആല ആയുമായിട്ടുള്ള കരാറ് പരിപൂർണമായും അദ്ദേഹം നിർവഹിച്ചു. ആ സമയത്ത് ഇത് വാങ്ങാൻ വേണ്ടി പോകുന്ന അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം പുറപ്പെടുന്ന സമയത്ത് വഖാല മൂസ ലി അഖി, ഇതാണ് നമ്മുടെ വിഷയം. നമ്മളെ വിഷയത്തിലേക്ക് വരിക. വഖാല മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ലി അഖീഹി, തൻ്റെ ബ്രദർ ജ്യേഷ്ഠ സഹോദരനാണ് ഹാറൂൻ. ആ ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ലി അഖീഹി ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമയോട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ കാര്യം ഒന്ന്, ഉഖ്ലുഫ്നി ഫീ ഖൗമി, നീ എൻ്റെ സമുദായത്തിലെ ഒരു ഖലീഫയാണ്. നീ എൻ്റെ സമുദായം, ഞാനിപ്പോൾ പോവുക 40 ദിവസത്തേക്ക്. അതുകൊണ്ട് ഞാൻ നിന്നെ ഇവിടെ ഒരു ഖലീഫയാക്കി, ഇവിടത്തെ എൻ്റെ ഒരു പ്രതിനിധിയാക്കി ഞാൻ പോവുക. ഒന്ന്. 2, വഅസ്ലിഹ്, നീ ഇസ്ലാഹ് ചെയ്യണം, നന്മ പ്രവർത്തിക്കണം, നല്ലത് പറഞ്ഞു കൊടുക്കണം. 2ാമത്തെ കാര്യം. 3, വല തത്തബിഅ സബീലൽ മുഫ്സിദീൻ, നീ ഒരിക്കലും ഫാസിദീങ്ങളുടെ അനാവശ്യക്കാരുടെ ഒരു കാരണവശാലും അവരുടെ കൂടെ നീ കൂടരുത്, അവർ പറയുന്നത് നീ കേൾക്കരുത് എന്ന് വളരെ കൃത്യമായി റസൂലുള്ളാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പൊ കുഴപ്പമുണ്ടാക്കുന്നവരുടെ മാർഗം സ്വീകരിക്കരുത്, നന്മ പ്രവർത്തിക്കണം, നീ എൻ്റെ പ്രതിനിധിയായി ഇവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. ഇത് ഒരു നേതൃത്വ ഗുണം എന്നുള്ള നിലയിൽ ഈ 3 ഗുണങ്ങളും മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജ്യേഷ്ഠ സഹോദരനായ ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞ പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന ഈ ആയത്തിൽ വിശേഷിപ്പിച്ചിട്ടുള്ള ഈ 3 ഗുണങ്ങളും ഒരു നേതൃത്വപരമായ പങ്ക് നിർവഹിക്കുന്ന ഒരാളിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഏറ്റവും നല്ല സൽഗുണങ്ങളാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്നാമതായി പറഞ്ഞത്, എൻ്റെ ജനങ്ങളുടെ അല്ലെങ്കിൽ എൻ്റെ ജനതയുടെ കാര്യത്തിൽ നീ കൃത്യമായി പ്രാതിനിധ്യം നിർവഹിക്കണം എന്നതാണ്. ഒരു 40 ദിവസത്തേക്ക് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ നിന്ന് പോവുകയാണ്. എന്നാൽ 40 ദിവസത്തേക്ക് നിന്നെ ഏൽപ്പിച്ചു എന്നതിൻ്റെ പേരിൽ നീ ഒരു അധികാരത്തിന്റെ ദണ്ഡ് ഉപയോഗിച്ച് അവിടെ ഭരണം നടത്തണ്ട. ഒരു പ്രതിനിധി എന്ന് പറഞ്ഞാൽ എന്താ?
ആ പ്രതിനിധിയുടെ ജോലി ചെയ്താൽ മതി. ഞാൻ വരുന്നത് വരെ. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയായത്. നമ്മളൊക്കെ ഒരു മേഖലയിൽ അല്ലെങ്കിൽ മറ്റൊരു മേഖലയിൽ ഒരാളുടെ ഡ്യൂട്ടി വേറൊരാളെ നമ്മെ ഏൽപ്പിക്കുന്ന ഡ്യൂട്ടിയൊക്കെ നിർവഹിക്കുന്നവരാണ് നമ്മൾ. അവിടെ നമ്മൾ ചെയ്യേണ്ടത് കുതികാൽ വെട്ടും പാരപണിയലും അല്ല. കുതികാൽ വെട്ടി പാരപണിത് എല്ലാം തമർത്ത് തരിപ്പണമാക്കുന്നതിനപ്പുറം ഏൽപ്പിച്ച പണി ചെയ്യാന്നുള്ളതാണ്. അവിടെ മുന്നോട്ടും പോകണ്ട, ബേക്കോട്ടും പോകണ്ട. ചെയ്യാൻ ഏൽപ്പിച്ച കാര്യങ്ങൾ അത് കൃത്യമായി നല്ലതുപോലെ ചെയ്യാന്നുള്ളതാണ്. അപ്പോ സമൂഹത്തിലെ ഉത്തരവാദപ്പെട്ട ഒരു വ്യക്തിക്ക്, ഒരു നേതാവിന് ഉണ്ടായിരിക്കേണ്ട ഈ ചുമതലാ ബോധം എന്ന് പറയുന്നത് അതൊരു ചെറിയ സംഗതിയല്ല. ഒരു താൽക്കാലികമായിട്ടുള്ള സംഗതിയാണെങ്കിൽ പോലും, താൽക്കാലികമായിട്ട് ഒരു പ്രസിഡന്റ് മറ്റൊരാളെ പ്രസിഡന്റിന്റെ ജോലി താൽക്കാലികമായി ഏൽപ്പിച്ചതാണെങ്കിൽ പോലും അത് അന്നേൽക്ക് ചെയ്തു പോയാൽ മതി. ഒരു പ്രതിനിധി എന്നതിന് നിലക്ക് മാത്രമേ അത് ചെയ്യണ്ടൂ. അത് നമ്മുടെ വീട്ടിലാണെങ്കിലും ശരി, നമ്മൾ ഇടപെടുന്ന ഏത് കമ്മിറ്റികളിലോ ഏത് മേഖലകളിലോ എവിടെയാണെങ്കിലും ശരി, നമ്മൾ ഒരു ഖലീഫ എന്ന നിലയിൽ, ഒരു പ്രതിനിധി എന്ന നിലയിൽ മാത്രമേ നമ്മൾ ആ കാര്യം ചെയ്യേണ്ടതുള്ളൂ. ഇവിടെ നമ്മൾ ജാഗ്രത പാലിക്കണം. അത് വളരെ കൃത്യമായൊരു സംഗതിയാണ്. ഏൽപ്പിച്ച ഉത്തരവാദിത്തം ആ ബോധത്തോടു കൂടി നിർവഹിക്കുക എന്നതും ആ ഇടങ്ങളിൽ ജാഗ്രത പാലിക്കുക എന്നുള്ളതും നമ്മൾ അതൊരു അമാനത്തായി ഏൽപ്പിക്കുമ്പോൾ അത് അതിൻ്റെതായ രീതിയിൽ നമ്മൾ ചെയ്യണം. അപ്പം പ്രതിനിധി എന്ന് പറഞ്ഞാൽ പ്രാതിനിധ്യം വഹിക്കുക എന്ന് അതിൻ്റെ അർത്ഥമുള്ളൂ. ഇക്കാര്യമാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഹാറൂൻ തന്റെ സഹോദരനെ വിളിച്ച് ഏൽപ്പിച്ചതും. നീ എന്റെ പ്രാതിനിധ്യം വഹിക്കണം, ഈ ജോലി കൃത്യമായി നിർവഹിക്കുക എന്നതാ. അപ്പൊ ഈ ഡ്യൂട്ടി നിർവഹിക്കുന്നിടത്ത് ഞാൻ ഒരു കാര്യം കൂടി ചിന്തിക്കണം. എന്നെ ഏൽപ്പിച്ച ഈ ഡ്യൂട്ടി അത് കൃത്യമായി ചെയ്യണമെന്നുള്ള ഒരു അവബോധം എനിക്കുണ്ടാകുകയും വേണം. അതുകൂടി നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ ഇതിൽ വലിയൊരു ഗുണപാഠമുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്ന പോലെയല്ല, നമ്മളൊക്കെ ഈ സമൂഹത്തിൽ പല വിധത്തിലും പ്രവർത്തിക്കുന്നവരാ. അതുകൊണ്ട് തന്നെ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടാണ് യഥാർത്ഥത്തിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സഹോദരനെ ഈ കാര്യങ്ങൾ പറയുന്നിടത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഖുർആൻ പറഞ്ഞല്ലോ വഅസ്ലിഹ് എന്ന് പറഞ്ഞാൽ എന്താ? നീ നല്ലത് പ്രവർത്തിക്കുക എന്നുള്ള. അസ്ലഹ യുസ്ലിഹു, ഇസ്ലാഹ് എന്ന് പറഞ്ഞാൽ പരിഷ്കരിക്കുക, അല്ലെങ്കിൽ പരിഷ്കരണ പ്രക്രിയകൾ ചെയ്യുക, അതും അല്ലെങ്കിൽ കേട് വന്നതിനെ നന്നാക്കുക എന്നാണ് പച്ച മലയാളത്തിൽ അസ്ലഹ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. അപ്പൊ ഇസ്ലാഹ് നടത്തുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിലോ നമ്മുടെ സമൂഹത്തിലോ കുടുംബത്തിലോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ഏർപ്പാടുകൾ ചെയ്യണമെന്നതാ. സാധാരണഗതിയിൽ നമ്മുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായാൽ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ രണ്ട് നിലപാടുണ്ടായാൽ. ഒന്നെന്താണെന്നറിയാം, അതിൽ വല്ലാതെ കുറേ കാലമൊക്കെ നമ്മളിങ്ങനെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് നിരാശ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അതങ്ങ് അവഗണിക്കും. നെവർ മൈൻഡ്, നമ്മൾ അങ്ങ് അവഗണിക്കും. അതൊരു നിലപാടാണ്. മറ്റൊരു നിലപാട് പിന്നെ ചില ആൾക്കാർക്ക് ഉണ്ടാണ്ട് എവിടെ തൊടാൻ പറ്റൂലല്ലോ, അനങ്ങാൻ കഴിയില്ല. ചില ആളുകളുടെ ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? മനസ്സുകൊണ്ട് അങ്ങ് വെറുത്ത് കളയാം. ഞാൻ ആ ഭാഗത്തേക്കേ ഇല്ല, എന്നോട് കഥ പറയും വേണ്ട. ഇത് ഒരു മുസ്ലിമിന് യോജിച്ചതാണോ? ഈ രണ്ട് നിലപാടും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം യോജിച്ച നിലപാടല്ല. ഏതോ മരുഭൂമിയിലൊക്കെ ജീവിക്കുകയാണെങ്കിൽ, ഒറ്റപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ ചെയ്യാന്നല്ലാതെ ഒരു സാമൂഹിക ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി, ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഈ രണ്ട് നിലപാടും ഒട്ടും യോജിച്ചല്ല. പിന്നെ മൂന്നാമത്തെ ഒരു നിലപാടുണ്ട്. അതെന്താ? അതാ ഖുർആൻ പഠിപ്പിച്ച നിലപാട്. വഅസ്ലിഹ്, നീ ഇസ്ലാഹ് നടത്തുക വേണ്ടത്. ആ കുടുംബത്തിലാണെങ്കിൽ വ്യക്തികളെ വിളിച്ച് ഇരുത്തി പ്രശ്നങ്ങൾ പരസ്പരം ചോദിച്ചു മനസ്സിലാക്കി കേടുപാടുകളൊക്കെ തീർത്ത് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇതിന് നമ്മുടെ നാട്ടിൽ മധ്യസ്ഥത എന്ന് പറയും, അല്ലെങ്കിൽ അതുപോലെയുള്ള മുഷാവറ എന്ന് പറയും, കൂടിയാലോചന എന്ന് പറയും. ഇങ്ങനെ കൂടിയാലോചനകളിലൂടെ മുഷാവറകളിലൂടെ ഒക്കെ പ്രശ്നങ്ങൾ, കേടുപാടുകൾ, പരസ്പരമുള്ള ധാരണകളൊക്കെ തിരുത്തേണ്ടത് തിരുത്തി നേരെ
നേരെയാക്കി കൊണ്ടുവരിക, കേടുവന്നതിനെ നന്നാക്കി തീർക്കാനാണ് ഒരു മുസ്ലിം പ്രത്യേകമായും ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. ഈ പണിയാണ് എല്ലാ പ്രവാചകന്മാരും പ്രബോധന വീതിയിലേക്ക് കടന്നു വന്ന നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം, അതാണല്ലോ ആദം നബിക്ക് ശേഷം വന്ന നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം, അവിടുന്ന് അങ്ങോട്ട് പ്രബോധന രംഗത്തേക്ക് കടന്നു വന്ന ഏതേത് സമുദായത്തിലേക്ക് നബിയായി നിയോഗിക്കപ്പെട്ടിട്ടുണ്ടോ ആ നബിമാർ അത്രയും ആ സമൂഹത്തോട് നിർവഹിച്ചിട്ടുള്ളത് ഇത് തന്നെയാണ്. ഇപ്പൊ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 കൊല്ലം പ്രബോധനം ചെയ്തു. 950 കൊല്ലം പ്രബോധനം ചെയ്തിട്ട് വിരലിൽ എണ്ണാവുന്ന ആളുകളെ തൗഹീദ് അനുസരിച്ച് ജീവിക്കാൻ ഉണ്ടായിരുന്നു. ഇത് ചരിത്ര സത്യ, നമ്മൾ അറിയണം. ഇത് ബാക്കിയുള്ള ആളുകളൊക്കെ ബഹുദൈവ വിശ്വാസികളോ കാഫിരീങ്ങളോ മുശ്രിക്കുകളോ ആയിരുന്നു. എന്നാൽ വളരെ വിരലിലെണ്ണാവുന്നത്ര ആളുകളെയാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കിട്ടിയത്. അവസാനം ആ കാലം കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത പ്രവാചകൻ വരുന്നു. ആ പ്രവാചകൻ വന്നു, പ്രവാചകനോട് കഴിയുന്നിടത്തോളം നന്നാക്കി നോക്കുകയാണ്. ആ ഇസ്ലാഹാണ്, നന്നാക്കലാണ്, ഈ പരിഷ്കരണ പ്രവർത്തനമാണ് ഓരോ പ്രവാചകന്മാരും വന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള എല്ലാവരും, അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈ പരിഷ്കരണ പ്രവർത്തന പ്രക്രിയ തന്നെയാണ് നടത്തിയത്. യുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, ഖുർആൻ അങ്ങനെയല്ല പഠിപ്പിച്ചത്. ആ സമൂഹത്തെ വേദഗ്രന്ഥം കൊണ്ട് ഖുർആൻ പഠിപ്പിച്ച്, ഹിക്മത്ത് പഠിപ്പിച്ച് ആ സമൂഹത്തെ പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ പരമാവധി ഇടപെട്ട് നേരെയാക്കി കൊണ്ടുവരുന്ന പ്രക്രിയയായിരുന്നു ചെയ്തിരുന്നത്. അള്ളാഹു പറയുന്നു, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, സത്യവിശ്വാസികൾ മുഅ്മിനീങ്ങൾ പരസ്പരം ഏകോദര സഹോദരന്മാരാണ്. അങ്ങനെ തന്നെയാണ് അവർ ജീവിക്കേണ്ടത്. ഫഅസ്ലിഹു ബൈന അഖവൈക്കും, നിങ്ങളുടെ ഈ സഹോദരന്മാർക്കിടയിൽ നിങ്ങൾ ഇസ്ലാഹ് നടത്തണം, നിങ്ങൾ ഈ പരിഷ്കരണ പ്രക്രിയ ചെയ്തുകൊണ്ടിരിക്കണം. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കാം. നോക്കൂ, നിങ്ങൾ ഇതിനുമായി ബന്ധപ്പെട്ട എത്ര ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ പരസ്പരം വ്യക്തികൾക്കിടയിലോ സംഘങ്ങൾ അല്ലെങ്കിൽ സംഘടനകൾക്കിടയിലോ ഒക്കെ എന്തുമാത്രം പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു മുന്നോട്ട് പോകാൻ കഴിയണം. അവിടെയൊക്കെ കേടുപാടുകൾ തീർത്ത് ഏതെല്ലാം ഭാഗങ്ങളിലാണ് വിഷയം, ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കി അവിടങ്ങളിലൊക്കെ ഇസ്ലാഹ് നടക്കേണ്ടതുണ്ട്. ആ ഇസ്ലാഹ് പ്രവർത്തനമാണ് നാമും ഏറ്റെടുക്കേണ്ടത്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സഹോദരനോട് പറഞ്ഞതുപോലെ അസ്ലിഹ്, ഇത് ഞാനും നിങ്ങളും ഓരോരുത്തരും ഏറ്റെടുക്കണം. ഈ പ്രക്രിയകളിൽ നമ്മൾ ഓരോരുത്തരും പങ്കാളികളാകണം. ഇപ്പോ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം, ഈ വിഷയങ്ങളിൽ പലപ്പോഴും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സംഗതി ഉണ്ട്, നീതി പാലിക്കുക എന്നുള്ള വിഷയം. പലപ്പോഴും നമ്മൾക്ക് നീതി പാലിക്കാൻ കഴിയാതെ പോകും. കുടുംബത്തിന്റെ പേരിലോ വ്യക്തികളെ കണ്ടിട്ടോ മറ്റേതെങ്കിലും വിഷയങ്ങളോ ഒക്കെ മുന്നിൽ വരുമ്പോ ആ രംഗത്ത് നീതി കാണിക്കാൻ പറ്റാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ വിഷയമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീതിപാലകരായ ആളുകൾ അവരാരാന്നറിയോ? അള്ളാഹുവിന്റെ അടുക്കൽ പ്രകാശത്തിന്റെ പീഠങ്ങളിലായിരിക്കും അത്തരത്തിലുള്ള നീതിപാലകർ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ. അപ്പൊ എന്തു സ്ഥാനമുള്ളത് നമ്മൾ ആലോചിച്ചു, എന്തുമാത്രം വലിയ സ്ഥാനമാണ്. നീതി കാണിക്കുന്നവർ സ്വന്തം ഭാര്യയോട് നീതി കാണിക്കണം, സ്വന്തം മക്കളോട് നീതി കാണിക്കണം, നേരെ തിരിച്ചുണ്ടാകണം. അതിനപ്പുറം സമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോ അവിടെ നീതി കാണിക്കണം. പള്ളി കമ്മിറ്റിയിലായാലും മദ്രസ കമ്മിറ്റിയിലാണെങ്കിലും ഏതേത് ചാരിറ്റിയിലാണെങ്കിലും എവിടെയാണെങ്കിലും ശരി, എല്ലാ രംഗത്തും സത്യവും നീതിയും നിലനിർത്തി മുന്നോട്ട് പോയാൽ നാളെ അള്ളാഹുവിന്റെ അടുക്കൽ അവർ പ്രകാശത്തിന്റെ പീഠങ്ങളിലായിരിക്കും എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുക. അപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോ അതിങ്ങനെ തിരിച്ച് 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 അതിങ്ങനെ വലുതാക്കലല്ല. ഒരു പ്രശ്നം എന്ന് പറയുന്നത് അത് എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഗതിയാ. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ അതിങ്ങനെ തിരിച്ച് വലുതാക്കല, അതിങ്ങനെ വലുതാക്കല അല്ല. ആ പ്രശ്നങ്ങളെ ക്രിയാത്മകമായി ഇടപെട്ട് പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുക എന്നതാണ്
ഒരു ഉത്തരവാദിത്വ ബോധമുള്ള ഒരു മുസ്ലിം. അങ്ങനെയായിരിക്കണം ചെയ്യേണ്ടത്. നമ്മുടെ ഒരു തെറ്റ് കാണുമ്പോ അവനെ വല്ലാതെ എല്ലാം കൂടി പിച്ച് ചീന്തി ചുരുട്ടി കെട്ടി അങ്ങ് എറിയലല്ല. മൻ റആ മിൻകും മുൻകറൻ, റസൂലുള്ളാഹി പഠിപ്പിച്ചു, നിങ്ങളിൽ ഒരു മോശപ്പെട്ടത് കണ്ടാൽ, ആരുടെയും പക്കൽ എന്തെങ്കിലും മോശമായ ഒരു സംഗതി കണ്ടുമുട്ടിയാൽ, അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ, മോനെ അത് ചെയ്യല്ലേ, അത് നമുക്ക് പറ്റില്ല, അരുത് എന്ന് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ കൈകൊണ്ട് തടയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇല്ലം യസ്തതി, ഇല്ല അതൊരു ഉൾക്കൊള്ളാൻ തയ്യാറല്ല, വീണ്ടും അതുപോലെയുള്ള തെറ്റുകൾ ആവർത്തിക്കുന്നുവെങ്കിൽ വാഗൊണ്ട് പറ, ഒന്നും കൂടി ശക്തമായി പറ, നീ അത് ചെയ്താൽ അതിന്റെ ഗൗരവത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഫഇല്ലം യസ്തതി, എന്നിട്ടും നേരെയാകുന്നില്ലെങ്കിൽ റസൂലുള്ളാഹി പറഞ്ഞത് ഹൃദയം കൊണ്ടങ്ങ് വെറുത്ത് കളയണമെന്നതാ. ഹൃദയം കൊണ്ടങ്ങ് ഉപേക്ഷിച്ച് കളയാം. അത് ഈമാനിന്റെ ഏറ്റവും ദുർബലമായ ഭാഗമാണ് എന്ന് റസൂലുള്ളാഹി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളൊക്കെ ചെയ്യേണ്ടത്. അപ്പം ഇസ്ലാഹ് നടക്കണം. നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങണം. വ്യക്തിയിൽ നിന്ന് തുടങ്ങി വീട്ടിൽ നിന്നായി. ചില ആൾക്കാരുണ്ട്, വീട്ടിലേക്ക് കയറിയാ പിന്നെ കച്ചറ. വീട്ടിലേക്ക് കയറി വരുന്നത് മക്കൾക്ക് പേടി, ഭാര്യക്ക് പേടി. എന്താ ചെയ്യാ? അങ്ങാടിയിലെത്തിയാൽ ഇത്ര നല്ലൊരു മനുഷ്യൻ വേറല്ല. ആരോട് ചോദിച്ചാലും വളരെ മാന്യൻ. ഇതൊക്കെ നമ്മുടെ ഇടയിൽ, എന്റെയും നിങ്ങളുടെയും കുടുംബത്തിൽ, നമ്മുടെയൊക്കെ അംഗങ്ങളായിട്ടുള്ള നമ്മൾ ഭരണം നടത്തുന്ന നമ്മുടെ കേന്ദ്രങ്ങളിലൊക്കെ ഇത് സർവ്വസാധാരണമാണ്. അതുകൊണ്ട് ഇവിടങ്ങളിലൊക്കെ നീതി പാലിക്കണം, ഇസ്ലാഹ് നടത്തണം. ഇതാണ് ഹാറൂൻ അലൈഹിസ്സലാമിനോട് മൂസാ നബി പറഞ്ഞ രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്താ? വലാ തത്തബിഉ സബീലൽ മുഫ്സിദീൻ. ഇതാണ് മൂന്നാമത് പറഞ്ഞത്. വലാ തത്തബിഉ, നീ ഒരിക്കലും എന്ത് ചെയ്യരുത്? കുഴപ്പക്കാരുടെ മാർഗം, സബീലൽ മുഫ്സിദീൻ, കുഴപ്പമുണ്ടാക്കുന്നവരുടെ മാർഗം സ്വീകരിക്കരുത്, പിന്തുടരരുത്. അപ്പോ നമ്മൾക്കിടയിൽ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആളുകൾക്കിടയിൽ, അതേപോലെ തന്നെ ഒരു കൂട്ടക്കാർക്കിടയിൽ, സംഘങ്ങൾക്കിടയിൽ, സംഘടനകൾക്കിടയിലൊക്കെ എന്തുണ്ടാവാറുണ്ട്? ഇനി അവിടെ മാത്രമൊന്നല്ല, സ്ഥാപനങ്ങളിൽ ഉണ്ടാകാറുണ്ട്, ഇൻഡസ്ട്രികളിൽ ഉണ്ടാകാറുണ്ട്, എല്ലാ മേഖലകളിലും കുഴപ്പം. ഇന്ന് ഈ രാജ്യത്ത് ഏത് മേഖലകളിലാണ് കുഴപ്പമില്ലാത്തത്? എല്ലാ ഇടങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ, മറ്റ് കേന്ദ്രങ്ങൾ ഉൾപ്പെടെ, സാംസ്കാരിക കേന്ദ്രങ്ങൾ എന്ന് വിളിച്ചു പറയുന്നിടത്ത് പോലും ചീഞ്ഞളിഞ്ഞ വാർത്തകൾ കേട്ട് നമ്മുടെ മനസ്സിങ്ങനെ മരവിച്ചു കൊണ്ടിരിക്കുക. ആ ജാതി വാർത്തകളാണ് ഓരോ ദിവസവും മീഡിയകൾക്ക് മുമ്പിൽ വിളിച്ചു പറയുന്നത്. അത് നമ്മൾ കേൾക്കുക. ഈ പുതിയ നമ്മുടെ പിഞ്ചു മക്കൾ പോലും സാംസ്കാരിക കേരളം നാണിച്ചു പോകുന്ന തരത്തിലുള്ള വാർത്തകൾ വിളിച്ചു പറയുന്ന എന്തുമാത്രം സങ്കടകരമായ ഒരവസ്ഥയിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. നമ്മൾ അറിയണ്ട ഇതൊക്കെ. അപ്പൊ പറഞ്ഞു വരുന്നത്, ഇത്തരം കുഴപ്പമുണ്ടാക്കുന്നവരുടെ മാർഗത്തിൽ നമ്മൾ നീങ്ങാൻ പാടില്ല. ഒഴുക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോ ഒഴുക്കിനെതിരിൽ നീന്താൻ ഒരു വിശ്വാസിക്ക് കഴിയണമെന്നതാണ്. അപ്പോ ഈ ഫിത്ന ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ചെയ്യരുത്. ഫിത്ന ഉണ്ടാക്കുക, എല്ലാവരുടെയും ഫിത്ന, തൊട്ടാ ഫിത്ന, കുഴപ്പമുണ്ടാക്കുക, അത് ചെയ്യരുത്. ഈ ഫിത്ന വരലപ്പോഴാണ് അറിയങ്ങള്. ഈ ഫിത്ന ഉണ്ടാകല് ഒന്നുകിൽ വെറും ബാലിശമായ ഒരർത്ഥവും ഇല്ലാതെ ചില വാദങ്ങൾ പറഞ്ഞ് വെറുതെ കച്ചറ ഉണ്ടാക്കും. ഒന്നുകിൽ അങ്ങനെ, അല്ലെങ്കിൽ പിന്നുണ്ട് അന്ധമായ വിരോധത്തിന്റെ പേരിൽ ഫിത്നകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ. ഇങ്ങനെ ഈ രണ്ട് രീതിയിലും നമ്മുടെ രാജ്യത്ത് ഫിത്നകൾ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഖുർആൻ പറഞ്ഞൊരു വർത്താനം എന്താണെന്ന് പറയുന്നത്, അൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ, ഇതിനേക്കാൾ വലിയ കൊലപാതകമാണ് ഖുർആൻ പറഞ്ഞത്. ഈ ഫിത്ന ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് കൊലപാതകമാണ്. അപ്പൊ കൊലപാതകത്തെക്കാളും ശക്തമായ, അതികഠിനമായ ഒരു ഏർപ്പാടാണ് ഈ കുഴപ്പമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഒരു മുസ്ലിം പ്രത്യേകിച്ച് ഏത് രംഗത്തും ഒരു നിലപാട് വേണം. മുസ്ലിമാണോ, ഓനൊരു നിലപാട് വേണം. ഇങ്ങനെ ഉണ്ടല്ലോ ഒരു അഡ്ജസ്റ്റ്മെന്റ്, അഴകുഴമ്പൻ പരിപാടി, നയം, അത് പറ്റൂല. ഏത് രംഗത്തും, പള്ളിയിലാണെങ്കിലും പുറത്താണെങ്കിലും, പള്ളിയിൽ വരുമ്പോൾ ഒരു നിയമം,
പുറത്തൊക്കെ ഇറങ്ങിയ വേറെ നിയമം ഇതൊരു മുസ്ലിമിന് പറ്റുമോ? മുസ്ലിമിന് അങ്ങനെ പറ്റൂല. പള്ളി കമ്മിറ്റിയിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാകണം രാഷ്ട്രീയ കമ്മിറ്റിയിലും. എന്താ അത് നീതിയുടെ ഒന്ന് നീതിയുടേതും ഒന്ന് അനീതിയുടേതും ആകാവോ? പറ്റൂല. എല്ലായിടത്തും നീതിയാകണം. അങ്ങനെയാകണം നമ്മുടെ നിലപാടുകൾ. നമുക്ക് അങ്ങനെ നിലപാട് വേണം. മുസ്ലിം അവൻ നിൽക്കേണ്ടടുത്ത് ഏത് സമയത്ത് നിൽക്കണം. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം, സിനിമാ ലോകമാണ്. ഞാനത് വിശദീകരിക്കുന്നില്ല. ഒരു മുസ്ലിം പെൺകുട്ടിയെ എന്തിന് ഇങ്ങനെ സിനിമയിലേക്ക് വേഷം കെട്ടുന്നതിന് വേണ്ടി വന്നപ്പോ ആ മുസ്ലിം കുട്ടി തലയിലിട്ട തട്ടവുമായി വന്നപ്പോ ആ മുസ്ലിം കുട്ടിയോട് പ്രൊഡ്യൂസർ പറഞ്ഞു, നോ, പാടില്ല, തലയിൽ തട്ടമിടരുത് എന്ന് പറഞ്ഞപ്പം ആർച്ചവത്തോടുകൂടി മുഖത്ത് നോക്കി ആ പ്രൊഡ്യൂസറുടെ മുന്നിൽ വെച്ചുകൊണ്ട് ആ മുസ്ലിം പെൺകുട്ടി പറഞ്ഞു, ഇല്ല, ഞാൻ ഇത് അഴിച്ചു വെക്കാൻ തയ്യാറല്ല. എന്റെ തട്ടം അതെന്റെ ഐഡന്റിറ്റിയാണ്, അതെന്റെ വ്യക്തിത്വമാണ് എന്ന് പറഞ്ഞിട്ട് കാലമൊക്കെ മാറ്റി നിർത്തിയെങ്കിലും അവസാനം പ്രൊഡ്യൂസർക്ക് ഇത് അംഗീകരിക്കേണ്ടി വന്നു എന്നതും നമ്മുടെ ഇടയിലുള്ള പ്രശ്നമാണ്. ഒരു വിഷയത്തിന്റെ പോസിറ്റീവ് നമ്മൾ അറിയണം, നെഗറ്റീവ്സ് നമ്മൾ അറിയണം. ഇത് രണ്ടും നമ്മൾ കണക്കിലെടുക്കണം. ഞാൻ പറയുന്നത് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഒരു മുസ്ലിം അവന്റെ ഐഡന്റിറ്റി നിലനിർത്തണം. ഏത് കാറ്റിലും കോളിലും അത് ഇളകി മറിയരുത്. അങ്ങനെ നിലപാടുകളോടുകൂടിയാണോ ഒരു വ്യക്തി നിലനിൽക്കുന്നത് എങ്കിൽ ഏത് കാലത്തും അവന് ഇസ്സത്തോടുകൂടി നിലനിൽക്കാൻ കഴിയും. അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുലിൽ ഹഖ്ക വലൗ കാന മുറൻ. നമുക്കൊക്കെ സുപരിചിതമായ എല്ലാവർക്കും മനഃപ്പാടമുള്ള ഒരു ഹദീസിന്റെ ഒരു കഷ്ണം. ഖുലിൽ ഹഖ്ക, നീ സത്യം പറയണം. വലൗ കാന മുറൻ, അത് എത്ര കൈപ്പേറിയതാണെങ്കിലും. ഇത് ഒരു മുസ്ലിമിന്റെ ഐഡന്റിറ്റി വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ഒരു സംഗതിയായിട്ട്. അത് ബാപ്പയുടെ മുഖത്താണെങ്കിലും അല്ല, ജ്യേഷ്ഠാനുജന്മാർ പരസ്പരമാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും പുറത്താണെങ്കിലും എന്ത് ചെയ്യരുത്, ആളുകളെ നോക്കി വർത്താനം പറയുന്ന രീതി അതൊരു മുസ്ലിമിന് പറ്റിയതല്ല. അവിടെ സത്യം വിളിച്ചു പറയണം. അങ്ങനെയാണ് റസൂൽ പഠിപ്പിച്ചത്. അക്രമിയായ ഭരണാധികാരിയുടെ മുമ്പിൽ വെച്ചാണെങ്കിൽ പോലും ഇപ്പം എന്നെ വെട്ടും എന്ന് പറഞ്ഞാൽ പോലും സത്യം വിളിച്ചു പറയുന്നവനാണ് യഥാർത്ഥ മുഅ്മിൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നമ്മുടെ ഭക്ഷണ സംസ്കാരത്തിൽ, അത് നമ്മുടെ വസ്ത്ര സംസ്കാരത്തിൽ. അങ്ങനെയാ നമ്മൾ ആളുകളെ കൂടെ കൂടുക. നമ്മളെ രീതി അതാ. നമ്മൾ അനുകരണ സ്വഭാവമുള്ളവരാണ്. നമ്മൾ ഇന്നത്തെ തലമുറ മുഴുവനും അനുകരിക്കുക. ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ചതാ, നമ്മുടെ വസ്ത്രരംഗത്ത് നമ്മൾ അനുകരിക്കുന്നു അല്ലേ? നമ്മൾ ക്രിക്കറ്റ് കളിക്കാരെയോ ഫുട്ബോളർമാരെയോ സിനിമാ നടീനടന്മാരെയോ ഒക്കെ അനുകരിച്ചിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഒരു നിലപാടില്ലേ? എന്തൊരു പൊട്ടന്മാരാ നമ്മൾ. നമ്മൾക്ക് നമ്മുടേതായ ഒരു ഐഡന്റിറ്റി വേണം, നമ്മുടേതായ ഒരു രീതി വേണം. എന്നിട്ട് വേറെ ഓരോരുത്തർ മര്യാദയ്ക്ക് വസ്ത്രം ഉടുത്തിട്ടുണ്ടാവില്ല, അത് നമ്മൾ സ്വീകരിക്കുക. മര്യാദയ്ക്ക് വസ്ത്രം ധരിച്ചിട്ടുണ്ടാവില്ല, അത് നമ്മൾ സ്വീകരിക്കുന്നു. അപ്പോ നമ്മുടെ വസ്ത്രരംഗത്ത്, നമ്മുടെ ഭക്ഷണ രംഗത്ത്, ആ സംസ്കാരത്തിലൊക്കെ നമ്മൾക്ക് നമ്മുടേതായ ഒരു ഐഡന്റിറ്റി വേണം. എങ്കിലേ ഒരു ഇസ്സത്ത് ഉണ്ടാവും. ഇതാ നമ്മൾ മനസ്സിലാക്കണ്ടേ. നമുക്കൊരു ഇസ്സത്ത് വേണ്ടേ? ആ ഇസ്സത്ത് നിലനിൽക്കണമെങ്കിൽ നമുക്ക് നമ്മുടേതായ ഒരു ഐഡന്റിറ്റി, അത് സ്വന്തത്തെ ഐഡന്റിറ്റി അല്ല, ഇത് ഖുർആനിൽ നിന്ന് പഠിച്ച ഐഡന്റിറ്റിയാ. മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിൽ നിന്നുള്ള ഒരു ഐഡന്റിറ്റി. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, അൽ മുഅ്മിനു, ഒരു നല്ല വിശ്വാസിയാണോ അവൻ ഇസ്സുൻ കരീം, അവൻ എപ്പോഴും മാന്യനുള്ള ഒരു പ്രതാപവാനാണ് എന്ന് പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല. ഒരു നല്ല വിശ്വാസി അവൻ ഒരു മാന്യനായിരിക്കും, അവൻ പ്രതാപശാലിയായിരിക്കും. അവന്റെ സംസാരത്തിൽ, അവന്റെ ബോഡി ലാംഗ്വേജിൽ പൊതുവെ ആ ഒരു മാന്യത എന്ന് പറയുന്നത് വിളിച്ചു പറയണ്ട, കണ്ടാൽ തന്നെ അറിയാൻ സാധിക്കും എന്നതാ.
അപ്പോൾ മാന്യതയോടുകൂടി ജീവിക്കുന്നവനായി യഥാർത്ഥ മുഅ്മിൻ, അവനാണ് യഥാർത്ഥ മുഅ്മിൻ. എന്നാൽ ചിലരുണ്ട് ഉറങ്ങിക്കിടക്കുന്ന ഫിത്നയെ വിളിച്ചു കൊണ്ടുവരിക. ഉറങ്ങിക്കിടക്കുന്ന ഫിത്നയെ വിളിച്ചു കൊണ്ടുവരുന്ന ഒരു കൂട്ടരും മാന്യതയോടെ ജീവിക്കുന്ന ഒരു മുഅ്മിനും. ഇതാണ് നമ്മൾ ഇതിന്റെ ആ വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് നമ്മൾ കൃത്യമായി നമ്മുടെ നിലപാട് വളരെ ഇത് തിരിച്ചറിഞ്ഞ് എവിടെ നിൽക്കണം എന്ന് സ്വയം തീരുമാനിക്കണം. അത് ഖുർആനിൽ നിന്നാവണം പാഠം പഠിക്കേണ്ടത്, അത് റസൂലുള്ളാഹിയുടെ ചര്യയിൽ നിന്നാകണം നമ്മൾ പഠിക്കേണ്ടത്. അങ്ങനെ ഇസ്സത്തോടു കൂടി ജീവിക്കുന്ന ഒരു വിഭാഗമായി നമ്മൾ മാറണം. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യം മനസ്സിലാക്കി ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ, മുത്തഖികളിൽ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിരുന്ന തെറ്റുകളും കുറ്റങ്ങളും പോരായ്മകളും എല്ലാം അല്ലാഹു അവൻ്റെ മഹത്തായ ഫദ്ല് കൊണ്ട് അതെല്ലാം നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. ഒരുപാട് പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നവരുണ്ട്. എല്ലാം അല്ലാഹു തആല ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. രോഗികളായി കിടക്കുന്ന വീടുകളിലും ആശുപത്രികളിലും വളരെയധികം വേദനകൾ കടിച്ചമർത്തി കഴിഞ്ഞുകൂടുന്ന എത്രയോ ആളുകൾ, ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും എന്ന് വേണ്ട എല്ലാവരും. അള്ളാഹുവെ അവരുടെ രോഗങ്ങൾക്ക് ശമനം നൽകി ശിഫ നൽകി അനുഗ്രഹിക്കണേ അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് നിന്റെ വിളി കേട്ട് നിന്നിലേക്ക് വന്നിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സ്നേഹിതന്മാർ, പണ്ഡിതന്മാർ എല്ലാവർക്കും അള്ളാഹുവെ മഗ്ഫിറത്തും അർഹമത്തും നൽകി അവരെ അനുഗ്രഹിക്കണേ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെയും ഒരുമിച്ച് കൂട്ടണേ ഈ ദുനിയാവിൽ മുഅ്മിനായി ഇസ്സത്തോടുകൂടി ജീവിക്കുകയും അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉച്ചരിച്ച് വളരെ സന്തോഷത്തോടുകൂടി വിട പറയുന്ന ഒരവസ്ഥ അല്ലാഹുവേ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم اجعلنا من المسلمين واجعلنا من المتقين واجعلنا من المخلصين اللهم مقلب القلوب ثبت قلوبنا على دينك اللهم مصرف القلوب صرف قلوبنا على طاعتك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار